KT ജലീലിന്റെ ഒരു കമന്റാണ്, സർക്കാർ ടൗൺഷിപ്പിൽ ഒരുക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കും. ലീഗിന്റെ കള്ളക്കളി പൊളിക്കും. സർക്കാർ 200 വീടുകൾ കൊടുക്കുമ്പോൾ ലീഗ് എത്ര വീടുകൾ കൊടുക്കുമെന്ന് നമുക്ക് നോക്കാം. വൈദ്യുതി, പൈപ്പ് ലൈൻ, ഗ്രൗണ്ട്, കല്യാണ മണ്ഡപം, കോളനിക്കുള്ളിലെ ടാറിട്ട റോഡുകൾ, കോളനി എന്നൊക്കെ വിളിക്കുന്നത്, ആശുപത്രി, അംഗൻവാടി, ഇതെല്ലാം ലീഗ് ഒരുക്കി കൊടുക്കണം. ലീഗിന്റെ നേതാക്കളെ വിശ്വസിച്ച് ഒരു കൂട്ടം തെറ്റിപ്പോന്ന 100 കുടുംബങ്ങളെ പറ്റിക്കാൻ അനുവദിക്കില്ല. ഇതാണ് അവിടുത്തെ മേൽനോട്ടക്കാരനായിട്ട് KT ജലീലിനെ പാർട്ടി നിയമിച്ചിട്ടുണ്ടോ? KT ജലീൽ ഒരു തമാശക്കാരനാണ്. കാരണം അത്യാവശ്യം തമാശ ഭാഷയുള്ളവർക്ക് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. ഇതിലൊരു സാമാന്യ ബുദ്ധി, ഇപ്പോൾ ഇവർ പറയുന്നത് കേട്ടാൽ തോന്നും ഇത് CPM ചെയ്യുന്ന പണിയാണ്. അതായത് അവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നത് CPM ആണ്. CPM വേഴ്സസ് ലീഗ് എന്ന് പോലെ സർക്കാരാണ് അവിടെ ചെയ്യുന്നത്. സർക്കാർ അതായത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പരിപാടിയല്ല. അതുകൊണ്ടാണ് തുടക്കം മുതലേ മുസ്ലിം ലീഗ് സർക്കാരിനോട് സഹകരിച്ചിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. ദൗർഭാഗ്യവശാൽ സർക്കാരിന്റെ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈകിക്കൊണ്ടിരുന്നപ്പോഴാണ് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. ഇവിടെ സർക്കാർ ഈ പുനരധിവാസത്തിന് വേണ്ടി പിരിച്ച കണക്ക് അത് പറയണം, അപ്പോഴേ ഇതിന്റെ തമാശ മനസ്സിലാവുള്ളൂ. അതായത് 773.98 കോടി അവിടെ നിർത്തുന്നില്ല. അതായത് ഇത് കേരള സർക്കാർ പിരിച്ച പൈസ, അതായത് ഈ ഫണ്ടിന് വേണ്ടി മാത്രം. ഇനി കേന്ദ്ര സർക്കാർ 260 കോടി, ഇനി കേന്ദ്ര സർക്കാർ 526 കോടി വായ്പയായിട്ടും കൊടുക്കാൻ റെഡിയാണ്, തിരിച്ചടച്ചാൽ മതി. അതായത് 1000-ലധികം കോടി രൂപ, ശ്രദ്ധിക്കണേ, 1000-ലധികം കോടി രൂപ കൈവശം വെച്ചിട്ട് 38 കോടി രൂപ പിരിച്ച ഒരു കേരളത്തിലെ ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയെ വെല്ലുവിളിക്കാൻ ഇതിന് വലിയ തമാശ എന്താ? അല്ല, ഇവര് ഇതിനു മുമ്പ് ഉണ്ടാക്കിയ ടൗൺഷിപ്പ് ഫിസിക്കലി നേരിട്ട് പോയി കണ്ട ആളാണ് ഞാൻ. പുത്തുമല ഉരുൾപൊട്ടലെ ദുരിതബാധിതർക്ക് വെച്ചുകൊടുത്ത് തന്നെ യൂത്ത് ലീഗിന്റെ ഒരു സംഘം അവിടെ വിസിറ്റ് ചെയ്തപ്പോൾ അതിന്റെ മീഡിയ ടീമിൽ ഞാൻ ഉണ്ടായിരുന്നു. നമ്മൾ ഡയറക്റ്റ് കണ്ടതാണ് എന്താണ് ടൗൺഷിപ്പ്. കംപ്ലീറ്റ് ചോർന്നൊലിക്കുക, കുറെ ഓടിട്ട് കൊടുത്തിക്കണ്, അതില് താർപ്പായി വിരിച്ചിരിക്കുക മുകളില്. അതില് ജലീൽ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അംഗൻവാടികള് നമ്മളവിടെ മൊത്തം തിരിഞ്ഞിട്ട് ഒരു അംഗൻവാടി ഒന്നും കണ്ടില്ല. അവിടെ ഒരു ഇതില്ല. ലീഗിന്റെ വീടുകൾ ഇപ്പൊ പോയി നോക്കിയാൽ കാണാം, വളരെ കൃത്യമായിട്ട് ചെങ്കല്ല് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഈ സർക്കാരിന്റെ വീടുകൾ ഹോളോ ബ്രിക്സ് ആണ്. അതായത് അതിൽ പോലും എന്ത് ചെയ്തിട്ടുണ്ട്, പിടുത്തുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു ചെറിയ പാർട്ടി, ആ പാർട്ടി ഒരു ക്രൗഡ് ഫണ്ടിങ് പ്രഖ്യാപിക്കുന്നു. മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് ഒരുപാട് ആളുകൾ അതിലേക്ക് സംഭാവന ചെയ്യുന്നു. പാർട്ടി ഈ ടൗൺഷിപ്പ് എന്നുള്ളത് സർക്കാരിന്റെ ഭാഗമായിട്ട് ചെയ്യാം എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ദൗർഭാഗ്യവശാൽ അത് നടന്നില്ല. അങ്ങനെ സ്വന്തമായി സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്നു. ആ സ്ഥലം ഏറ്റെടുക്കുന്നതിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കി ആദ്യം തുടക്കത്തിൽ.